ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പാസ്റ്റ് എനർജിയും കൂടെ നോക്കുന്നുണ്ട്. കൂടാണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ നാളുകൾക്ക്, അതായത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കുറേ പേരെങ്കിലും, അതായത് കുറേ നാളുകളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിലായിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. അതായത് പെട്ടെന്നൊന്നും തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് വരായിട്ടുള്ളവർ കുറവായിരിക്കാം. കുറേ നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടുള്ളവരായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ ഒക്കെ നേരിട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ഈ ഒരു ഇഷ്ടം തുടങ്ങി ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഇഷ്ടം ഒക്കെ തുറന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുന്നേക്കാളും മുന്നായിട്ട് നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം. സോ അപ്പോഴൊക്കെ തന്നെ ഒരു ഒരു ആൻസറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി അവരുടെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും, മേ ബി അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയും കരിയറിന് വേണ്ടിയും ഒക്കെ തന്നെ അതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ഒരു യെസ് പറയാൻ വേണ്ടിയിട്ടോ, അതായത് സ്റ്റാർട്ടിങ്ങിലാണെങ്കിലും റിലേഷൻഷിപ്പിൽ ആവാനുള്ള ആ ഒരു സാധ്യത വന്ന സമയത്ത് പോലും ഒരു യെസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പോലും അവരൊരുപാട് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പറയും നാളെ പറയും എന്നുള്ള രീതിയിൽ അവർ, അതായത് അവരുടെ ഭാഗത്ത് നിന്ന് അതിനായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പല രീതിയിൽ നിങ്ങളെ അവർ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ചിലപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ കരിയർ വൈസ് കുറേ ഓക്കെ ആവാനുണ്ടായിരുന്നിരിക്കണം. സോ അതൊക്കെ കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളെ കുറേയധികം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. മീൻസ് പാസ്റ്റ് ലൈഫ് നോക്കുകയാണെങ്കിൽ, ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഒരു വെയിറ്റ് നിങ്ങൾ കുറേയധികം വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നിട്ട്. നിങ്ങൾക്ക് കുറേയധികം, അതായത് നിങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് വന്നിട്ട് നിങ്ങളുടെ ഹെൽത്ത് വരെ ചിലപ്പോൾ ഓക്കെ ആവാത്ത രീതിയിലുള്ളൊരു അവസ്ഥ പോലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേയധികം പ്രതീക്ഷകൾ തന്നിട്ടാണ് ഇവർ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കുറേയധികം. ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവർ കൂടുതലും അവരുടെ കാര്യങ്ങൾക്ക്, അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക്, അവരുടെ ഡ്രീം കാര്യങ്ങൾ, അവരുടെ വാശി, അതിനൊക്കെ തന്നെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നതാണ് ഓക്കെ എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ കുറച്ച് ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് ഭയങ്കര അറിയാവുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് കുറച്ച് പേർക്കെങ്കിലും. സോ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയിട്ടുള്ളതായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ എന്താണ് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സമയത്ത് ഒരു കറണ്ട് സിറ്റുവേഷനിൽ എന്തിൻ്റെ പേരിലാണോ നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ മാറും എന്നുള്ള ഒരു എനർജിയാണ്, ഫ്യൂച്ചർ എനർജി പോലെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഫോറസ്റ്റ് വാട്സിൻ്റെ എനർജിയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെയും കൂടി എനർജി ആയിരിക്കാം. നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്തൊരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവാത്ത രീതിയിലുള്ള അവസ്ഥയാണെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളും മേ ബി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അത്തരം ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സ്ട്രെങ്ത് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു അതുപോലെ സ്ട്രെങ്ത് കാർഡ് ആയിക്കോട്ടെ, സൺ കാർഡ് ആയിക്കോട്ടെ, ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് കിട്ടിയിട്ടുള്ള 2 കാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പം എന്ത് തന്നെയാണ് ഒരു പ്രശ്നങ്ങളുള്ളത് എന്നുണ്ടെങ്കിലും അതൊക്കെ മാറും എന്നുള്ളത് തന്നെയാണ്. ഒരു ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് കൂടുതലായിട്ട് വരാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരും ഇപ്പോൾ 2 ഓഫ് കപ്സിൻ്റെ എനർജി ആണെങ്കിലും അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ടുഗദർനെസ് ആണ്, അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ തന്നെയാണ് ഈ ഒരു സമയത്ത് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിലവിൽ അവരുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു കരിയർ വൈസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അതൊന്നും തന്നെ അവർ ഇനി കാര്യമാക്കാണ്ട് തന്നെ നിങ്ങളിലേക്ക് ഓടി വരുമെന്ന് തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി പോലും പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാവുന്നത്. പക്ഷെ തുടക്കത്തിൽ അവർ ഒരുപാട് നിങ്ങളെ, അതായത് മനസ്സാൽ നിങ്ങളെ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ. കാരണം അറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും അറിയാം നിങ്ങൾ വേദനിക്കുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർക്ക് മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. ചില കാര്യത്തിൽ അവരവരുടെ ഈഗോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ വാശി ജയിക്കാൻ വേണ്ടിയിട്ട്
പല രീതിയിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പല രീതിയിലും നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥ അതുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കാം. സോ, ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. എന്തിനായിരുന്നു ഇത്രയധികം നിങ്ങളെ വേദനിപ്പിച്ചത് എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നപ്പോഴാണ് അവർക്ക് കൂടുതലും നിങ്ങളുടെ വാല്യൂസ് മനസ്സിലാവുന്നത് പോലും. അല്ലെങ്കിൽ നിങ്ങളോട് ഇത്രയധികം, അല്ലെങ്കിൽ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ അവർ വേദനിപ്പിച്ചു എന്നുള്ളത്. കാരണം ചില കാര്യങ്ങളൊക്കെ അവർക്ക് അറിയായിരുന്നു. കാരണം നിങ്ങൾക്ക് വിഷമം വരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരൊരു ഗ്യാപ്പ് ഇട്ട് മാറി നിൽക്കുക. അതൊക്കെ തന്നെ ചിലപ്പോൾ അവരുടെ ലൈഫിൽ കുറേയധികം കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കൂടുതൽ പേർക്കും എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ കൂടുതലും അവരുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു വ്യക്തിയായിരുന്നു. സോ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തെ പലപ്പോഴും കണ്ടില്ല എന്നൊക്കെ അവർ നടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനോളം അതിനേക്കാൾ ഉപരിയായിട്ട് അവരവരുടെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും മണി മാറ്റേഴ്സിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷൻ അധികമായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. അവർ ചെയ്തതൊക്കെ എത്രത്തോളം ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. നിങ്ങളെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര വേദനാജനകമായിരുന്നു എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അവരവരുടെ മനസ്സും ഒക്കെ തന്നെ ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരിക്കാം. അവരുടെ ബിഹേവിയറും ഒക്കെ മാറ്റം വരുത്തിയിട്ടുണ്ടായിരിക്കാം. സോ, അതുകൊണ്ടായിരിക്കണം ഇവിടെ ഒരു ന്യൂ ന്യൂ ബിഗിനിങ് കാർഡ്, അതായത് സൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും നൈറ്റ് ഓഫ് സ്വാർഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിലും ഇനി ഒരു തടസ്സം മുന്നോട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ ഫൈറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് വരാം എന്നൊരു ഡിസിഷൻ അവർ എടുക്കാനുള്ള ഒരു കാരണം തന്നെ അവർക്ക് അവരുടെ ബിഹേവിയറിലൊക്കെ ഒരു മാറ്റം വന്നിട്ടുള്ളത് കൊണ്ടാവണം. സോ, അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ചോട് കൂടി തന്നെ ചിലപ്പോൾ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു മിറക്കിൾ പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം ഉള്ള ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. കാരണം സ്ട്രെങ്ത് കാർഡാണെങ്കിലും സൺ കാർഡാണെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഒരു സ്ട്രെങ്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് വരുന്നതായിട്ടും ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ടും ഒക്കെ ഇവിടെ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ, അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വരാനായിട്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു ആൻസേഴ്സ് അറൈവിങ് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങളോട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ കാരണങ്ങളാണെങ്കിൽ തന്നെയും അതിനൊക്കെ ഇത്രമാത്രം പെയിൻഫുൾ ആവേണ്ടത് എന്താണ്, അല്ലെങ്കിൽ പല രീതിയിലും നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരിക്കാം. എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെൻ്റലി അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ തന്നെ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവരുടെ ഒരുപാട് ബാഡായിട്ടുള്ള സമയത്ത് പോലും നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കാം. എന്നിട്ട് പോലും നിങ്ങളുടെ പ്രണയത്തെ ഇത്രയധികം സില്ലിയായിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് എങ്ങനെ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ സാധിക്കുന്നു എന്ന് തുടങ്ങി നിരവധി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നിങ്ങളോട് തന്നെ ചോദിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾ യൂണിവേഴ്സിനോടായിട്ട് തന്നെ ചോദിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ വരുത്തിയത് എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനൊക്കെ തന്നെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള ഒരു ഉത്തരം കിട്ടാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ഈ ഒരു വ്യക്തി തന്നെ വന്ന് അതിനുള്ള എക്സ്പ്ലനേഷൻ തരുമായിരിക്കാം. അതായത് അവർ ഒരു പാസ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എനർജി കിട്ടിയിട്ടുള്ളത് അവർ ആ ഒരു സമയത്ത് പോലും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന സമയത്ത് പോലും അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതലും പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ, അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിക്കോട്ടെ, അവരുടെ കരിയറിലുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനൊക്കെ ശേഷമാണ് നിങ്ങൾ അത്രത്തോളം ജെനുവിൻ ആണെങ്കിൽ കൂടിയും അതിനൊക്കെ ശേഷമാണ് നിങ്ങളുടെ കാര്യത്തിലേക്ക് അവർ വന്നിരുന്നത്. സോ, അത് പക്ഷേ ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കണം ഒരു സെപ്പറേഷൻ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. പക്ഷെ അതൊക്കെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ പോലെ നിങ്ങളോട് ചിലപ്പോൾ ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ അവർ വരാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. സോ, അതുകൊണ്ട് തന്നെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സമയം ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കിട്ടുന്നത്.